ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ സ്കിൻ ബ്രൈറ്റനിങ് ആവാനും വൈറ്റനിങ്ങിന് വേണ്ടിയിട്ടും ബ്ലാക്ക് സ്പോട്ട്സ്, പിമ്പിൾ മാർക്ക് ഇതെല്ലാം മാറുവാനായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു എഫക്റ്റീവ് ക്രീമിനെ കുറിച്ചിട്ടാണ്. ഇത് വളരെ സേഫായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു മെഡിക്കേറ്റഡ് ക്രീം കൂടെയാണ്. രണ്ട് രീതിയിലാണ് ഈ ക്രീം വരുന്നത്. ഒന്ന് മെലാഗ്ലോ റിച്ചും, രണ്ട് മെലാഗ്ലോ ബ്രൈറ്റനിങ് ആൻഡ് വൈറ്റനിങ് ക്രീമും. അപ്പോൾ നമുക്കിന്ന് മെലാഗ്ലോ ക്രീമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ കാണാം. ആദ്യം നമുക്ക് മെലാഗ്ലോ റിച്ച് ക്രീമിനെ കുറിച്ച് നോക്കാം. ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, ബ്ലാക്ക് സ്പോട്ട്സ് എന്നിവ കുറയ്ക്കാനും സ്കിൻ ടോൺ ഇൻക്രീസ് ചെയ്യാനും ചർമ്മത്തിന് നിറവും തിളക്കവും നൽകുന്ന ഒരു അടിപൊളി ക്രീമാണ് മെലാഗ്ലോ റിച്ച്. അൺഈവൻ സ്കിൻ ടോണ്, ബ്ലാക്ക് സ്പോട്ട്സ്, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ എന്നിവ പോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതിനാണ് ഈ ക്രീം രൂപപ്പെടുത്തിയിരിക്കുന്നത്. 20 ഗ്രാം ട്യൂബിന് 500 രൂപ അടുപ്പിച്ചതിന് വില വരാം. ഇതിൻ്റെ പതിവായിട്ടുള്ള ഉപയോഗം ചർമ്മത്തിൻ്റെ സ്ട്രക്ചർ ഇമ്പ്രൂവ് ചെയ്യുന്നു. മെലാഗ്ലോ റിച്ച് ക്രീം കൂടുതലും ഡ്രൈ സ്കിൻ ഉള്ളവർക്കാണ് യൂസ് ആക്കേണ്ടത്. കാരണം ഇതിൻ്റെ ഫോർമുലേഷൻ മോയ്സ്ചറൈസിങ് റിച്ച് ആണ്. അതുപോലെ ഇതിൻ്റെ സോഫ്റ്റായ രൂപീകരണം കാരണം സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത് ലൈക്കോറസ് എക്സ്ട്രാക്റ്റ്, ടെറോവൈറ്റ്, അർബൂട്ടിൻ, നിയാസിനമൈഡ്, കോജിക് ആസിഡ്, സോയ ഐസോഫ്ലോൺസ്, ഗ്ലൈക്കോളിക് ആസിഡ് എന്നിവയാണ്. അതുപോലെ ഇതിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുടെ ഇൻഗ്രീഡിയൻസും ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. മെലാഗ്ലോ റിച്ച് ക്രീം ബാധിത പ്രദേശങ്ങളിൽ ദിവസവും രാത്രി പുരട്ടാവുന്നതാണ്. 4 to 6 വീക്സ് എങ്കിലും എടുത്തേക്കാം ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടുവാനായിട്ട്. ഉപയോഗശേഷം മോയ്സ്ചറൈസറും SPF 50 ചേർന്ന സൺസ് പ്രൊട്ടക്റ്റഡ് ക്രീമും ഉപയോഗിക്കാനായിട്ട് മറക്കരുത്. അതുപോലെ തലകറക്കം, ചൊറിച്ചിൽ, ഓർക്കാനം, വയറിളക്കം തുടങ്ങിയ സൈഡ് എഫക്ട്സ് ചിലർക്കെങ്കിലും ഉണ്ടായേക്കാം. അടുത്തത് മെലാഗ്ലോ സ്കിൻ ബ്രൈറ്റനിങ് ആൻഡ് ലൈറ്റനിങ് ക്രീം. ചർമ്മത്തിലും കണ്ണിന് താഴെ കഴുത്തിന് ചുറ്റുമുള്ള കറുത്ത പാടുകൾ മാറുവാനും അതുപോലെ സ്കിന്നെ നല്ല ഹെൽത്തിയാക്കി ചർമ്മകോശങ്ങളെ ആക്റ്റീവ് ആക്കാനും മുഖക്കുരു കാരണം ഉണ്ടാകുന്ന പാടുകൾ മാറാനുമെല്ലാം ഇത് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. 15 ഗ്രാമിന് 442 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. മുഖം കഴുകി വൃത്തിയാക്കി ബാധിത പ്രദേശങ്ങളിൽ ചെറിയ രീതിയിൽ ക്രീം പുരട്ടിയാൽ മതിയാവും. അതിനുശേഷം ഒരു 2 to 3 മിനിറ്റ്സ് സർക്കുലർ മോഷനിൽ നന്നായിട്ട് ഇത് മസാജ് ചെയ്യണം. ദിവസവും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. നൈറ്റാണ് ഏറ്റവും ബെറ്റർ. SPF 15 ഒരു മോയ്സ്ചറൈസറും നിത്യം ഉപയോഗിക്കുകയും വേണം. സോയ ഐസോഫ്ലോൺസ്, ലൈക്കോറസ് സത്ത്, ട്രൈറ്റ ഹൈഡ്രോ കുക്കുമിൻ, അവോബെൻസോൺ ഇതൊക്കെയാണ് ഇതിന് പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത്. ഇത് കൂടുതലായിട്ട് നോർമൽ ടു ഓയിലി സ്കിൻ ഉള്ളവർക്കാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം, മറ്റ് സ്കിൻ വൈറ്റനിങ് ഓർ ബ്രൈറ്റനിങ് ക്രീം എക്സ്പെഷ്യലി മെലാക്കെയർ, സ്കിൻ ഷൈനിങ്, ഗോരി ഇതിനെല്ലാം കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ മെലാഗ്ലോ നമുക്ക് വളരെയധികം സേഫായിട്ട് യൂസ് ചെയ്യാം. കാരണം ഇത് രണ്ടും സ്റ്റെറോയിഡ് ക്രീം അല്ല എന്നുള്ളതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. ഇപ്പോൾ മെലാക്കെയറൊക്കെ ആണെങ്കിൽ നമുക്ക് വിത്തിൻ വീക്സ് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടിയേക്കാം. പക്ഷേ നമ്മളൊന്ന് സ്റ്റോപ്പാക്കി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് പഴയ ആ ഒരു കണ്ടീഷനിലേക്ക് തിരിച്ചു പോകും നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇപ്പം മെലാഗ്ലോയ്ക്കാണെങ്കിൽ വളരെ പതിയെ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു റിസൾട്ട് കിട്ടാനായിട്ട് മാസങ്ങളെടുത്തെന്ന് വരാം. പക്ഷേ ആ ഒരു പഴയ സ്കിൻ കണ്ടീഷനിലേക്ക് തിരിച്ചു പോകാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് നല്ല രീതിയിൽ സേഫായിട്ടും നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ. അതുപോലെ മെലാഗ്ലോ കണ്ണിനടിയിലെ കറുപ്പിനായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്. പക്ഷെ നമുക്ക് ഇന്ന് വളരെ സേഫായിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് അണ്ടർ ഐ ക്രീംസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനു വേണ്ടി മാത്രം ഈ ഒരു ക്രീം ഉപയോഗിക്കേണ്ട കാര്യമില്ല. പിന്നെ അതുപോലെ മേക്കപ്പിന് മുമ്പ് നമുക്ക് മെലാഗ്ലോ ക്രീം അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് നല്ല രീതിയിൽ ഷൈനിങ് ആയിട്ടും നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടും ഒക്കെ വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് മേക്കപ്പിന് മുമ്പ് നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെയും ഈ ക്രീം വാങ്ങി ഉപയോഗിക്കാൻ കഴിയും. ഓൺലൈനായിട്ടെല്ലാം അവൈലബിൾ ആണ്. പക്ഷേ ഒരു ഡോക്ടർ അഡ്വൈസ് എടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. കാരണം നമ്മുടെ സ്കിന്നിൻ്റെ ആക്ച്വൽ കണ്ടീഷൻ അറിയാൻ പറ്റുന്നത് നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന നമ്മുടെ ഡെർമറ്റോളജിസ്റ്റിനായിരിക്കും. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ അഡ്വൈസ് എടുത്ത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ മുഖം നമ്മുടേതാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരു പാച്ച് ടെസ്റ്റ് ചെയ്ത് നമുക്കിത് ഉപയോഗിക്കാം എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം ഉപയോഗിക്കുക, പ്രത്യേകിച്ച് സെൻസിറ്റീവ് സ്കിന്നുള്ളവർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്.